ഹലോ നമസ്കാരം, എല്ലാവർക്കും ആർ ടി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1 LDC റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. ഒരുപാട് പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് സന്തോഷം വിളിച്ചറിയിച്ചിരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെയും ഉറക്കമൊഴിച്ചിൻ്റെയും പഠനത്തിൻ്റെയും ഫലമാണ് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. LDCയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല നിങ്ങൾ. LDC ഒരു ചവിട്ടുപടി മാത്രമാണെന്ന് നിങ്ങൾക്കും അറിയാം, സമൂഹത്തിനും അറിയാം. ഇന്ന് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടും ഉയർന്ന തസ്തികയിലുള്ള എല്ലാവരും LDC റാങ്ക് ലിസ്റ്റിലൂടെ വന്ന് കയറി ഉയർന്നു പോയവരാണ്. നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പോസ്റ്റുകളിലേക്ക് ആയിരിക്കില്ല എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഇതൊരു ചവിട്ടുപടി മാത്രമാണ്. LDC ഉണ്ട്, UDC ഉണ്ട്, ഹെഡ് ക്ലർക്ക് ഉണ്ട്, ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട്, അങ്ങനെയുള്ള ഒരു പൊസിഷനിലേക്ക് എത്താൻ ജീവിതം കരുപ്പിടിക്കാൻ പറ്റുന്ന ഒരു ചവിട്ടുപടിയാണിത്. LDC റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതവും പഠനത്തിൻ്റെ കാലവും ഇതെല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇന്നലെ വരെ റാങ്ക് ലിസ്റ്റിൽ എപ്പോൾ എത്തും, ഏത് റാങ്ക് വരെ എത്തും എന്നുള്ള ആകാംക്ഷയായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. റാങ്കുകൾ നോക്കി, നമ്മുടെ മാർക്കുകൾ എത്ര ഉണ്ടാവും നോക്കി, പ്രതീക്ഷയിൽ എത്ര എത്തിയോ, പ്രതീക്ഷിച്ച അത്ര കിട്ടിയില്ലേ എന്നുള്ള ആശങ്കകളൊക്കെ മാറ്റിവെക്കുക. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇനി മനസ്സിലാക്കേണ്ടത് നിയമനത്തിൻ്റെ കാര്യമാണ്. എപ്പോൾ എനിക്ക് നിയമനം കിട്ടും, എൻ്റെ കാറ്റഗറി ഏതാണ്, LDC റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ധാരണ നമുക്കുണ്ടാവണം. നമുക്ക് എപ്പോൾ ജോലി കിട്ടും, എങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത്, എന്താണ് റൊട്ടേഷൻ ചാർട്ട് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ വേണം. അതുപോലെ കഴിഞ്ഞ ലിസ്റ്റുകളിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാവണം. ഓരോ കാറ്റഗറികൾ, നമ്മൾ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ അല്ലെങ്കിൽ EWS ആണെങ്കിൽ എത്രയാണ്, ഈഴവയാണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ, LC ആംഗ്ലോ ഇന്ത്യൻ ആണെങ്കിൽ, OBC ആണെങ്കിൽ, ധീവരയാണെങ്കിൽ, വിശ്വകർമ്മയാണെങ്കിൽ, ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് നമ്മുടെ കാറ്റഗറിക്കുള്ള സംവരണം, എത്രയാണ്, എത്ര ശതമാനമുണ്ട്, എന്താണ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് NCA എന്താണ്, NJD എന്താണ്, TPO എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ LDC റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഓരോ തവണയും അഡ്വൈസ് വരുമ്പോൾ എത്ര കാലം കഴിഞ്ഞാണ് അപ്പോയിൻമെൻറ്റ് ഓർഡർ വരിക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് PSCയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണയുണ്ടെന്നറിയാം. എങ്കിലും ഓരോ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. പരമാവധി എൻ്റെ സമയത്തിനനുസരിച്ച് പരമാവധി അപ്ഡേറ്റുകളും കാര്യങ്ങളും ഞാൻ പറയാൻ ശ്രമിക്കാം. ഓരോ ജില്ലയിലും എത്രത്തോളം നിയമനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ധാരണ നിങ്ങൾക്കുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇത്തരം ഡാറ്റകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ആദ്യം ഞാൻ പറയുന്നത് ഓരോ വിഭാഗത്തിൻ്റെയും എത്രയാണ് സംവരണമുള്ളത്. നമുക്കറിയാം, ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സംവരണ വിഭാഗങ്ങളൊന്നുമില്ലാത്ത ഒരു വിഭാഗം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വരെ അത് 50%. നമ്മൾ എപ്പോഴും പറയും ഓപ്പൺ കോമ്പറ്റീഷൻ 50%, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി 50%, റിസർവേഷൻ 50% എന്ന് പറയും. അങ്ങനെ 100% പറയുക. ഇപ്പോൾ അങ്ങനെയല്ല. ആ ഓപ്പൺ കോമ്പറ്റീഷൻ 50%-ൽ നിന്ന് 10% EWSനുണ്ട്. EWSന് 10% വരും. അങ്ങനെ EWS റൊട്ടേഷനിൽ 10% വരും. ഈ PSC നിയമനങ്ങൾ നടത്തുന്നത് ഒരു ടേണുകൾ അനുസരിച്ചാണ്. റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കും. 1 മുതൽ 100 വരെ റൊട്ടേഷൻ ചാർട്ടുകൾ ഉണ്ടാക്കും. അത് ഒന്നിച്ചുണ്ടാക്കി വെക്കുകയല്ല ചെയ്യുക. എത്ര അഡ്വൈസാണ് വരുന്നത് അതിനനുസരിച്ചാണ് റൊട്ടേഷൻ എന്നിട്ടാണ് നിയമനങ്ങൾ നടത്തുക. അങ്ങനെ ഓരോ ടേണുകളാണ് EWS വരുന്നത്. 9ാമത്തെ ടേണിൽ EWS 19, 29, 39, 49, 50, അങ്ങനെ 99 വരെ 10% EWSൻ്റെ സംവരണം വരുന്നത്. പിന്നെ SCക്ക് 8%, STക്ക് 2%, വിശ്വകർമ്മ 3%, LC ആംഗ്ലോ ഇന്ത്യൻ 4%, EBT 14%, മുസ്ലിം 12%. ഓരോ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ SIC നാടാർ 1%, SIC നാടാർ 38ാമത്തെ ടേണിൽ SIC നാടാർ, ധീവര 50ാമത്തെ ടേണിൽ, ഹിന്ദു നാടാർ 60ാമത്തെ ടേണിൽ, SCCC 48ാമത്തെ ടേണിൽ. ഇതൊക്കെ ഓരോ ശതമാനമുള്ള. SCCC 1%, SIC നാടാർ 1%, ധീവര 1%, ഹിന്ദു നാടാർ 1%, OBC 3%, SC 8%, ST 2%. ഇങ്ങനെയാണ് ടേണുകൾ വരുന്നത്. ഓരോ ടേണുകളിലാണ് നിയമനങ്ങൾ നടക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ വരും. അതിൽ തന്നെ TPO ഉണ്ട്. അങ്ങനെ റൊട്ടേഷൻ ചാർട്ടിൽ മാറ്റങ്ങൾ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കണം എന്നാണ് നിങ്ങൾ ആദ്യമേ നിങ്ങളോട് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് തരാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ ഓരോരോ ജില്ലകളായിട്ടാണ് നമ്മൾ നിയമന നില സംസാരിക്കുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയുടെ കാര്യങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നു, കഴിഞ്ഞ 2 ലിസ്റ്റുകളിൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നു. കഴിഞ്ഞ 2 ലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ലിസ്റ്റ് എന്ന് പറയും കറക്റ്റ് 3 വർഷം മുമ്പ് 2022 ഓഗസ്റ്റ് 1 തുടങ്ങിയതാണ്. ആ ലിസ്റ്റ് തുടങ്ങി ഈ
ജൂലൈ 31 അവസാനിച്ച ലിസ്റ്റിൽ എത്ര നിയമനങ്ങൾ നടന്നു, അതിൽ ഓരോ വർഷം എത്ര നിയമനങ്ങൾ നടന്നു, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടും. അതുപോലെ അതിനു മുമ്പത്തെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ 3 വർഷം മുമ്പ് അവസാനിച്ച ഒരു ലിസ്റ്റ്. ഈ കാലഘട്ടത്തിലെ നിയമനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അറിയാൻ കഴിയും എത്ര ഒരു 6 വർഷത്തെ ചരിത്രം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും എത്രത്തോളം നിയമനങ്ങളാണ് ഓരോ ജില്ലയിൽ നടക്കുന്നത് എന്നുള്ളത്. ഇതിനെക്കുറിച്ചൊരു അനലൈസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ മറ്റു ജില്ലകളിലെ അവസാന അഡ്വൈസ് ഡീറ്റെയിൽസ് മറ്റു ജില്ലയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇന്ന് പറയുന്ന ജില്ലകളുടെയും തന്നെ അവസാന അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം നമുക്ക് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കി എത്രത്തോളം നിയമനങ്ങൾ നടക്കും എന്ന കാര്യങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റുകൾ നമ്മൾ പരിശോധിച്ചാൽ മെയിൻ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ മെയിൻ ലിസ്റ്റിൽ 1079 പേരാണുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1107 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി 53 പേരും. ടോട്ടൽ 2239 പേര് ലിസ്റ്റിലുണ്ട്. 2239 പേരുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് ഫസ്റ്റ് 1 2022 ജൂലൈ 31 ഈ ലിസ്റ്റ് അവസാനിക്കുകയും ചെയ്തു. 2025 ജൂലൈ 31 അവസാനിക്കുകയും ചെയ്തു. 3 വർഷം കാലാവധിയോടെ അവസാനിച്ചു. അതിൽ PSC റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ എത്രയുണ്ട്, എത്രത്തോളം അഡ്വൈസ്, നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്നത് ആ ലിസ്റ്റിൻ്റെ ആദ്യത്തെ അഡ്വൈസ് നടന്നിരുന്നത് 15/10/2022 അതായത് ഒക്ടോബർ 15 ഓഗസ്റ്റ് 1 ലിസ്റ്റ് വന്നു. ഇതിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് പോയിരുന്നത് ഒക്ടോബറിലാണ്. ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ, ഒക്ടോബർ 15 അന്ന് 217 അഡ്വൈസ് നടന്നു. 217 തിരുവനന്തപുരം ജില്ലയിൽ 217 അഡ്വൈസാണ്. അത് 217 ആയപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 106 റാങ്ക് വരെ വന്ന്. മുസ്ലിം 215, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 3 വരെ, ഈഴവ 112, OBC 114, SC 1214 റാങ്ക് വരെ. ഇങ്ങനെയാണ് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ നിയമനം നടന്നത്. ഫസ്റ്റ് അഡ്വൈസ് ഇത്രത്തോളം വരാൻ കാരണം അതിൻ്റെ മുമ്പത്തെ വർഷം അതായത് 2021 നവംബർ 29 അതിൻ്റെ മുന്നത്തെ ലിസ്റ്റ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. അതിന് ശേഷം പിന്നെ അഡ്വൈസ് പോയിട്ടില്ല. ഏതാണ്ട് ഒരു വർഷം നവംബർ കഴിഞ്ഞ് അടുത്ത ഒക്ടോബർ വരെയുള്ള കാലാവധിയിലുള്ള അത്രയും കാലത്തെ ഒരു വേക്കൻസികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്രയും ഒരു 217 അഡ്വൈസ് അന്ന് പോയിട്ടുള്ളത്. ആ കാലാവധി കൂടി ഈ ലിസ്റ്റിലുള്ളവർക്ക് കഴിഞ്ഞ ലിസ്റ്റിലുള്ളവർക്ക് ഒരു ആനുകൂല്യമായി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ആദ്യം പറയാം. കാരണം കഴിഞ്ഞ അവസാന ദിവസങ്ങൾ വരെ നിയമനങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും നിയമനങ്ങളുടെ എണ്ണത്തിൽ വലിയൊരു മാറ്റമൊന്നും വരുന്നില്ല. രണ്ടാമത്തെ വർഷം നിയമനം താരതമ്യേന കഴിഞ്ഞ ലിസ്റ്റിലുള്ളവർക്ക് കുറവായിരുന്നുവെന്ന് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ലിസ്റ്റിലെ അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 21/7/2025 അതിന് ശേഷം അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വെബ്സൈറ്റിലോ ഒന്നും ലഭ്യമല്ല, അറിയുന്നില്ല. നമുക്ക് പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവസാന ദിവസം വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 70 വേക്കൻസി 21/7/2025 70 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് 16/7/25 വരെ അതായത് ജൂലൈ 16 വരെയുള്ള അതായത് 2/7 മുതൽ 16/7 വരെയുള്ള വേക്കൻസിയാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. അഡ്വൈസ് അയച്ചത് 70 വേക്കൻസി അതായത് 16/7/2025 ഈ ജൂലൈ 16 വരെയുള്ള വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട് PSC. അതിനുശേഷമുള്ള വേക്കൻസികൾ വീണ്ടും അഡ്വൈസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ലിസ്റ്റിൽ ആ അഡ്വൈസ് വരെയുള്ള ടോട്ടൽ അഡ്വൈസ് 1259 1259 പേർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ്. അതിൽ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 841, ഈഴവ 892, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 62, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 28, മുസ്ലിം 1374, LC ആംഗ്ലോഇന്ത്യൻ 1359, OBC 838, വിശ്വകർമ്മ 986, SI സിധു നാടാർ 953, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, BTOR-LP 308, LV സപ്ലിമെൻ്ററി ലിസ്റ്റ് 14, HI സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, LDO-CP സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, MD MI സപ്ലിമെൻ്ററി ലിസ്റ്റ് 6 നിങ്ങൾക്കത് കാണാം. ഇങ്ങനെയാണ് 1259 അഡ്വൈസ് അന്ന് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇനി നമുക്ക് കിട്ടാനുണ്ട്. കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അവസാന ദിവസം വരെ നിയമനങ്ങൾ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പത്തെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ 2022 അവസാനിച്ച 2022 2021 ലാസ്റ്റ് അഡ്വൈസ് പോയ ഞാൻ പറഞ്ഞ ആ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിലെത്ര നിയമനം നടന്നു നോക്കിക്കഴിഞ്ഞാൽ 1430 ഇപ്പോൾ 1259 അത് കുറച്ചും കൂടി 1300 എത്തും എന്ന് നമ്മൾ അനുമാനിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ 1430. അപ്പോൾ തിരുവനന്തപുരത്ത് ഏതാണ്ട് ഒരു അഡ്വൈസ് നില മനസ്സിലായല്ലോ. 1200 കുറവേ വന്നിട്ടുള്ളൂ. കഴിഞ്ഞതിൽ ഏതാണ്ട് 1430 അഡ്വൈസ് അതിൻ്റെ മുന്നേ. അന്ന് 1430 അഡ്വൈസ് വന്നപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 1042 വരെ പോയിരുന്നു. ഈഴവ 1052, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 79, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 28, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 18, OBC 1149, വിശ്വകർമ്മ 1324,
എൽസിഒ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, SISU നാടാർ 1059, ഹിന്ദു നാടാർ 1036, SCCC ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ അതാണ് SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 വരെ, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, BTRLP ബാറ്റ് ടു ടേൺ അതാണ് 358 വരെ 58 നമ്പറാണത്. LV ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി LV DA 17 വരെ, LDOCP 19 വരെ. ഇങ്ങനെയാണ് 1430 അഡ്വൈസ് കഴിഞ്ഞല്ല അതിൻ്റെ മുന്നത്തത്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞതല്ല അതിൻ്റെ മുമ്പത്തെ റാങ്ക് ലിസ്റ്റിന് 1430, ഇന്നലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന് നമ്മുടെ തൊട്ട് മുന്നത്തെ റാങ്ക് ലിസ്റ്റിന് 1259 റെക്കോർഡ്സ് പ്രകാരം ഇനി വരാനുമുണ്ട്. ഇത്രയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ. ഇന്നലെ അവസാനിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞു ആദ്യ വർഷം ഓരോ വർഷവും എത്രയാണ്, എനിക്ക് ഒരു വർഷം എത്ര അഡ്വൈസുകൾ നടക്കും, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഓരോ വർഷം എത്രയാണ് നിയമനങ്ങൾ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷം എത്ര നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ വർഷം കണക്കാക്കുന്നത് ഓഗസ്റ്റ് ടു ജൂലൈ ആണ്. കാരണം നമ്മുടെ ലിസ്റ്റ് വന്നത് ഓഗസ്റ്റിലാണ്, അടുത്ത ജൂലൈ ആയി ഒരു വർഷമായി. അങ്ങനെ കഴിഞ്ഞ ലിസ്റ്റും അതുപോലെ ഓഗസ്റ്റ് 1 ആയതുകൊണ്ട് ഓഗസ്റ്റ് ടു ജൂലൈ എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യ വർഷം നടന്നത് 457 അഡ്വൈസാണ്. ആദ്യ വർഷം 457 അഡ്വൈസ് തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട്. രണ്ടാമത്തെ വർഷം 390. ആദ്യ വർഷം ഞാൻ പറഞ്ഞത് 457, അതിൽ ആദ്യത്തെ അഡ്വൈസ് തന്നെ 217 ഉണ്ട് കേട്ടോ. ആദ്യത്തെ അഡ്വൈസ് തന്നെ 217 അത് ഞാൻ പറഞ്ഞു കുറച്ച് കാലാവധി കഴിഞ്ഞ ലിസ്റ്റ് അവസാനിച്ച് കുറച്ച് കാലാവധി കിട്ടിയിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് വന്നുകൊണ്ടാണ് 457 എത്തിയത്. രണ്ടാമത്തെ വർഷം പൊതുവെ എല്ലാ ജില്ലകളിലും ഏതാണ്ട് എല്ലാ ജില്ലകളിലും 300 കുറച്ച് അഡ്വൈസ് കുറവായിരുന്നു, എന്നിട്ട് പോലും 390 അഡ്വൈസ് നടന്നിട്ടുണ്ട്. മൂന്നാമത്തെ വർഷം ഈ നമ്മൾ കിട്ടിയ റെക്കോർഡ്സ് വരെ 412 അഡ്വൈസുമായി. അപ്പോൾ ഒരു 400 അഡ്വൈസ് മിനിമം തിരുവനന്തപുരം ജില്ലയിൽ ഓരോ വർഷവും നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. ഇനി അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഏതാണ്ട് ഒരു അഡ്വൈസ് നില. ഇനി നമുക്ക് റൊട്ടേഷൻ ചാർട്ടുകൾ തയ്യാറാക്കണം. റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഓരോ ലിസ്റ്റിൻ്റെ തുടർച്ചയാണ് അടുത്ത ലിസ്റ്റ്. ഒരു ലിസ്റ്റിൻ്റെ തുടർച്ചയാണ്. ഒരു ലിസ്റ്റിൻ്റെ ടേൺ ചിലപ്പോൾ 50 നിർത്തിയെന്നുണ്ടെങ്കിൽ അടുത്ത ലിസ്റ്റിൻ്റെ റൊട്ടേഷൻ തുടങ്ങുന്നത് 51 മുതലായിരിക്കും. 51 ഓപ്പൺ കോമ്പറ്റീഷനിൽ ആളെ വിളിക്കും. അതിന് മുമ്പ് ആ ലിസ്റ്റിൽ എന്തെങ്കിലും TPO ഉണ്ടോ എന്ന് നോക്കും. TPO എന്ന് പറഞ്ഞാൽ ടെമ്പററി പാസ്ഡ് ഓവർ. അതായത് OC-BC ടേൺ 50% നിലനിർത്തണം. OC എപ്പോഴും BC-യേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കണം. OC എപ്പോഴും കൂടുതൽ. അതിന് വേണ്ടിയിട്ട് ചില ടേണുകൾ മാറ്റിവെക്കും, ടെമ്പററി ആയിട്ട് മാറ്റിവെക്കും. അങ്ങനെ വരുമ്പോൾ അതിനുവേണ്ടി മാറ്റിവെച്ചത് ഏതുണ്ടെങ്കിൽ അത് ആദ്യം എടുക്കും. ആദ്യം NJD എടുക്കും, പിന്നെ TPO എടുക്കും. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. NJD ആയിരിക്കും ആദ്യം എടുക്കുന്നത്. NJD എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യാതെ പോയ ഒരാളുടെ വേക്കൻസി അതെടുക്കും. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരം എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം. അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം ഞാനത് ചെയ്യാം, നിങ്ങളിലേക്ക് എത്തിക്കാം. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ പരമാവധി എൻ്റെ സമയത്തനുസരിച്ച് മറുപടി അറിയാൻ ശ്രമിക്കാം. നമ്മൾ പരിഗണിക്കുന്നത് പാലക്കാട് ജില്ലയുടെ കാര്യമാണ്. പാലക്കാട് ജില്ലയിൽ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, പാലക്കാട് ജില്ലയിലെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്തും പറഞ്ഞു. അതുകൊണ്ടാണ് ആദ്യം അത് കൺസിഡർ ചെയ്ത് ഇനി നിങ്ങൾ പറയുന്നതനുസരിച്ച് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ചായിരിക്കും ഞാൻ ജില്ലകൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ പാലക്കാട് ജില്ലയിൽ നോക്കുമ്പോൾ മെയിൻ ലിസ്റ്റിൽ 721 പേരുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 767 പേര്, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ 33 പേര്, ടോട്ടൽ 1521 പേരുണ്ട്. 1521 പേരുണ്ട് പാലക്കാട് ജില്ലയിലെ ലിസ്റ്റിൽ. അതിൽ കഴിഞ്ഞ ലിസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ലിസ്റ്റിലെ ആദ്യത്തെ അഡ്വൈസ് നടന്നിരിക്കുന്നത് 17/9/2022 സെപ്റ്റംബർ 17. അതായത് ഓഗസ്റ്റ് 1 ലിസ്റ്റ് വന്നു, സെപ്റ്റംബർ 17 അതിൽ 164 അഡ്വൈസ് പോയിട്ടുണ്ട്. 164. അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ, കാരണം 164 എന്ന് പറഞ്ഞ നമ്പർ വരാൻ കാരണം അതിന് മുമ്പത്തെ ഒരു കൊല്ലത്തിൽ 13/10/21 അതിൻ്റെ മുമ്പത്തെ അഡ്വൈസ് പോയത്. അതിന് ശേഷമുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 10 സെപ്റ്റംബർ വരുമ്പോഴേക്കും ഒരു 11 മാസത്തെ സമയം. ആ സമയത്തുള്ള ഒഴിവുകളെല്ലാം വന്നിട്ട് 164 അഡ്വൈസ് വന്നിട്ടുണ്ട്. അത് ആ 164 അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷൻ 94 റാങ്ക് വരെ എത്തി. ഈഴവ 101, മുസ്ലിം 123 വരെ, ഓപ്പൺ OBC 93 റാങ്ക് വരെ, SC 474, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 2. അത് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ അത്രയും നിയമനങ്ങൾ അന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ അഡ്വൈസ് വന്നിരിക്കുന്നത് 4/7/2025 4/7/2025 4/7/2025 27 അഡ്വൈസ് പോയതായിട്ടാണ് റെക്കോർഡ്സ്. 27 അഡ്വൈസ്. അത് 2/7/2025 ജൂലൈ 2 വരെയുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 2 വരെയുള്ള. ഇനി ജൂലൈ 31 വരെയുള്ള 29 ദിവസത്തെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. അത് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും എന്ന് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവും എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ 923 അഡ്വൈസ് പോയിട്ടുണ്ട്. 923 അഡ്വൈസ് പോയിട്ടുണ്ട്.
923 അഡ്വൈസിൽ ഓരോ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ജനറൽ റിസർവേഷൻ ഇല്ലാത്ത വിഭാഗത്തിന് 617 റാങ്ക് വരെ, ഈഴവ 617, ഈഴവ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനിലാണ് പാലക്കാട് വന്നിരിക്കുന്നത്. ഈഴവരിലെ എണ്ണം റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതും കൂടി നോക്കാനുണ്ട്. ഓരോ കാറ്റഗറി എത്ര എണ്ണം ഉണ്ട് എന്നുകൂടി നമുക്ക് നോക്കാനുണ്ട്. എങ്കിലേ അതിനെക്കുറിച്ചുള്ള ഏതാണ്ട് ഡീറ്റെയിൽസ് നമുക്ക് സംവരണമുള്ളത് എത്ര ശതമാനമാണെന്ന് ഞാൻ പറഞ്ഞു. അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അതിന് സംവരണത്തിന് ആനുകൂല്യം പലപ്പോഴും കിട്ടാതെ വരും. പിന്നെ ഓപ്പൺ കോമ്പറ്റീഷനിൽ കയറിപ്പോയാലേ അതിൻ്റെ ആനുകൂല്യം കിട്ടും. അതും കൂടി നോക്കാനുണ്ട്. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 32 വരെ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 18, മുസ്ലിം 927 റാങ്ക് വരെ, LCO റാങ്കുകൾ ഇന്ത്യയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 വരെ, OBC 611, അത് വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു. വിശ്വകർമ്മ 589, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 വരെ, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 7 വരെ, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, BT 201, LV സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, HI സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, LDO CP സപ്ലിമെൻ്ററി ലിസ്റ്റ് 8. ഇങ്ങനെയായിരുന്നു നിയമന നില. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ നടന്ന നിയമന നില അത് ഞാൻ പറഞ്ഞല്ലോ 923. അതിന് മുമ്പത്തെ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിന് മുമ്പത്തെ ലിസ്റ്റിൽ 969 അഡ്വൈസ്. മനസ്സിലായില്ലേ? 923, 963. 923 എന്നുള്ളത് കുറച്ചും കൂടി കൂടും. ആ റേഞ്ചിൽ 950, 960 വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരേ നിയമന നിലയാണ് കഴിഞ്ഞ 6 വർഷവും. കഴിഞ്ഞ 6 വർഷം തന്നെ 2 ലിസ്റ്റിൻ്റെ കാലാവധിയിലും വന്നിരിക്കുന്നത്. അപ്പോൾ പാലക്കാടിൻ്റെ എത്രത്തോളം അഡ്വൈസ് വരും എന്നുള്ളത് നമുക്കൊരു അനുമാനത്തിലേക്ക് എത്താൻ കഴിയും. ഇനിയുള്ള 3 വർഷം എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റുകൾ കുറച്ച് കൂടുതൽ വരാനുള്ള വർഷങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രൊമോഷൻസ് നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ നിയമനങ്ങൾ ഘട്ടം ഘട്ടമായി കുറച്ച് കൂടാനല്ലാതെ കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. കുറച്ച് കൂടാനായിരിക്കും സാധ്യത. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ലിസ്റ്റിന് ഞാൻ പറഞ്ഞു 969 അത് ഓരോ കാറ്റഗറി എത്ര എടുത്തു നോക്കിയാൽ ഓപ്പൺ കോമ്പറ്റീഷൻ 722 റാങ്ക് വരെ, ഈഴവ 723, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 17, മുസ്ലിം 907, LCO റാങ്കുകൾ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 14, OBC 721, വിശ്വകർമ്മ 813, SIC നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ഹിന്ദു നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, ധീവര 736, LV 16, LDO CP 12. ഇങ്ങനെയാണ് നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. ഓരോ കാറ്റഗറി വൈസ് നോക്കി ഇങ്ങനെയാണ് നിയമനം. 969 അഡ്വൈസ് പോയപ്പോൾ ഇങ്ങനെയാണ് നിയമനങ്ങൾ നടന്നത്. ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന്, അതായത് ഇന്നലെ അവസാനിച്ച ലിസ്റ്റിൽ നിന്ന് ഓരോ വർഷവും എത്ര നിയമനങ്ങൾ ആണ് നടന്നത്. ഞാൻ വർഷം പരിഗണിക്കുന്നത് ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് ടു ജൂലൈ ആണ്. ഓഗസ്റ്റ് 1 ലിസ്റ്റ് വന്നുകൊണ്ട് ഓഗസ്റ്റ് മുതൽ അടുത്ത ജൂലൈ വരെ എന്ന രീതിയിലാണ് ഞാൻ വർഷം പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഓരോ വർഷവും എത്ര നിയമനങ്ങൾ നടന്നു പലർക്കും അറിയേണ്ടതാണ്. ഒരു വർഷം എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളതാണ്. ആദ്യ വർഷം 336 അഡ്വൈസ് പോയിട്ടുണ്ട്. 336. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ 160 വരുന്നുണ്ട്. എങ്കിലും 336 വലിയ അധികമാണെന്ന് പറയാൻ. രണ്ടാമത്തെ വർഷം ഞാൻ പറഞ്ഞ പോലെ പല ജില്ലകളിലും രണ്ടാമത്തെ വർഷം കുറവായിരുന്നു. അതിൽ 243 അഡ്വൈസ് പോയിട്ട് 243. മൂന്നാമത്തെ വർഷം 344 ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയ ഇതുവരെ. ഇനി ബാക്കിയുള്ളതും കൂടി വരാനുണ്ട്. 344 അഡ്വൈസ് പാലക്കാട് ജില്ലയിൽ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് റാങ്ക് ലിസ്റ്റുമായി റൊട്ടേഷൻ തയ്യാറാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ. ഓരോ കാറ്റഗറി എത്ര എണ്ണം എന്നുള്ള ശതമാനം നോക്കണം. അതിന് എത്രത്തോളം മാറ്റങ്ങൾ വരും, ഏതൊക്കെ റാങ്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. നിങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റ് ജില്ലകൾ ഏതൊക്കെ ജില്ലയുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൂടെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇത്തരം ഡാറ്റകളും വിശകലനവും ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ബൈ.